നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ജപ്പാൻ ചരിത്രവും വർത്തമാനവും നോക്കാം. 1945 ആഗസ്റ്റ് 6 സഡാക്കോ നസാക്കിക്ക് വയസ്സ് 2. ഹിരോഷിമയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായിരുന്നു സസാക്കി താമസിച്ചിരുന്നത്. ആകാശത്തിലൂടെ വിമാനങ്ങൾ പറന്നു നടക്കുന്ന കാഴ്ചകൾ കൗതുകത്തോടെ സസാക്കി നോക്കി നിന്നു. പക്ഷേ ആ കൗതുകം അല്പസമയത്തിനുള്ളിൽ ഇല്ലാതായി. വിമാനത്തിൽ നിന്നും വർഷിച്ച ബോംബിന്റെ തീജ്വാലകൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു. അല്പം അകലെയായിരുന്ന സസാക്കിയോട് ആ തീജ്വാലങ്ങൾ കരുണ കാണിച്ചു. കാലം കടന്നുപോയി. അണുബോംബിൽ നിന്ന് പ്രസരിച്ച അണുവികിരണങ്ങൾ ചുറ്റുമുള്ളവരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. സഡാക്കോ സസാക്കിയോടും കാലം കരുണ കാണിച്ചില്ല. രക്താർബുദത്തിന്റെ രൂപത്തിൽ സസാക്കിയെയും അണുവികിരണങ്ങൾ ആക്രമിച്ചു. ആശുപത്രി കിടക്കയിലും സസാക്കി ആശ കൈവെടിഞ്ഞില്ല. ആശുപത്രിയിൽ തൻ്റെ സുഹൃത്ത് ചിസുക്കോ ഹമാമോട്ടോ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഹമാമോട്ടോ കടലാസ് കൊണ്ട് കൊക്കിനെ ഉണ്ടാക്കാൻ സസാക്കിയെ പഠിപ്പിച്ചു. ജപ്പാൻകാർക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന്. അത് സസാക്കിയെ ആവേശം കൊള്ളിച്ചു. 1000 കൊക്കുകൾ ഉണ്ടാക്കും, ഞാൻ രോഗമുക്തയാകുമെന്ന് അവൾ വിശ്വസിച്ചു. കടലാസ് കിട്ടാൻ അന്ന് അത്ര എളുപ്പമായിരുന്നില്ല. മരുന്ന് പൊതിഞ്ഞിരുന്ന കടലാസുകൾക്കായി അവൾ അടുത്ത മുറികൾ കയറി ഇറങ്ങി. സ്കൂളിൽ നിന്നും കൂട്ടുകാർ കടലാസുകൾ എത്തിച്ചു കൊടുത്തു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 1000 കൊക്കുകൾ എന്ന പ്രതീക്ഷ പൂർത്തിയാക്കാൻ രോഗം സസാക്കിയെ അനുവദിച്ചില്ല. 644 കൊക്കുകൾ മാത്രം പൂർത്തിയാക്കി. 1955 ഒക്ടോബർ 25 സസാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയ സുഹൃത്ത് ചിസുക്കോ ഹമാമോട്ടോ നിറകണ്ണുകളോടെ സസാക്കിക്ക് വേണ്ടി 1000 കൊക്കുകൾ പൂർത്തിയാക്കി. ആ പ്രിയപ്പെട്ട കൊക്കുകൾക്കൊപ്പമാണ് സസാക്കിയെ അടക്കം ചെയ്തത്. കടപ്പാട്. സഡാക്കോ ആൻഡ് ദി 1000 പേപ്പർ പ്ലെയിൻസ്. ഇന്നും പ്രത്യാശയുടെ പ്രതീകമായി എത്തുന്ന കടലാസ് കൊക്കുകൾക്ക് സഡാക്കോ സസാക്കിയുടെ വേദനയുണ്ട്, പ്രതീക്ഷയുണ്ട്, അതിനൊപ്പം സമാധാനത്തിനു വേണ്ടിയുള്ള പുഞ്ചിരിയുണ്ട്. ലോക ജനതയെ ഞെട്ടിച്ച സംഭവമായിരുന്നു 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും ജപ്പാൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബാക്രമണത്തിൽ നിശേഷം തകർന്നടിഞ്ഞ ജപ്പാൻ അതിവേഗം ഉയർത്തെണീറ്റ് ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിലൊന്നായി തലയുയർത്തി നിൽക്കുന്നു. ജപ്പാന്റെ ചരിത്രം അറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? നമുക്ക് അന്വേഷിക്കാം. കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാൻ. കിഴക്കൻ ഏഷ്യയിലെ പസഫിക് തീരത്തുള്ള ഒരു ദ്വീപ സമൂഹമാണ് ജപ്പാൻ. 1000കണക്കിന് ദ്വീപുകളാണ് ജപ്പാനിലുള്ളത്. അതിൻ്റെ ഒരു ഭൂപടമാണ് കൊടുത്തേക്കുന്നത്. പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? ക്യുഷു, ഷിക്കോക്കു, ഹോൺഷു, ഹൊക്കൈഡോ, ഹോൺഷു, ഷിക്കോക്കു, ക്യുഷു. ഈ 4 പ്രധാന ദ്വീപുകളിലായാണ് ജപ്പാൻ ജനതയിൽ ഭൂരിഭാഗവും അധിവസിക്കുന്നത്. വിശാലമായ കടൽത്തീരങ്ങൾ, ഉയർന്ന മലനിരകൾ, പർവ്വതങ്ങൾ എന്നിവ ജപ്പാന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളാണ്. നിരന്തരം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അഭിമുഖീകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അവിടുത്തെ നദികൾ പൊതുവെ കുത്തനെ ഒഴുകുന്നതും വേഗത കൂടിയതുമാണ്. ജപ്പാനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഷിനാനോ. ഏതാണ് ഏറ്റവും നീളം കൂടിയ നദി? ഷിനാനോ. ജപ്പാനിലെ നീളം കൂടിയ നദിയാണ് ഷിനാനോ നദി. പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജപ്പാനിലെ അഗ്നിപർവ്വതത്തിൻ്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജപ്പാന്റെ ചരിത്രം. ജപ്പാന്റെ അയൽ രാജ്യങ്ങളായ ചൈനയും കൊറിയയും പ്രാചീന കാലം മുതൽ അവിടുത്തെ സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ചൈനീസ് എഴുത്ത് സമ്പ്രദായവും തത്വചിന്തയും സാഹിത്യവും കൊറിയയിലൂടെയാണ് ജപ്പാനിലെത്തിയത്. ജപ്പാനിൽ ബുദ്ധമതം പ്രചരിച്ചതും ഇത്തരത്തിലാണ്. ജാപ്പനീസ് ബുദ്ധ പ്രതിമ, ജപ്പാനീസ് ലിപിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സാഹിത്യം. ജപ്പാന്റെ പരമ്പരാഗത ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് CE 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൊജിക്കി. ചരിത്രവും ഇതിഹാസവും ഇടകലർത്തിയ രീതിയാണ് ഇത്.
രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. CE 10-ാം നൂറ്റാണ്ടോടെ ചൈനീസ് സാംസ്കാരിക സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള ശ്രമങ്ങൾ ജപ്പാൻ ആരംഭിച്ചു. ഇത് തനതായൊരു സംസ്കാരം രൂപപ്പെടുത്താൻ ജപ്പാനെ സഹായിച്ചു. ചൈനീസ് എഴുത്തു രീതിയെ ലഘൂകരിച്ചുകൊണ്ട് ജാപ്പനീസ് ഭാഷയ്ക്ക് ഒരു പുതിയ ലിപി അവർ രൂപപ്പെടുത്തി. കഥകളും കവിതകളുമായി നിരവധി സാഹിത്യകൃതികൾ ജാപ്പനീസ് ഭാഷയിൽ എഴുതപ്പെട്ടു. കൊട്ടാരം എഴുത്തുകാരിയായിരുന്ന മുറസാക്കി ഷിക്കിബു എഴുതിയ ജെൻജിയുടെ കഥകൾ, ദ ടെയിൽ ഓഫ് ജെൻജി, ഇവയിൽ ഏറ്റവും പ്രസിദ്ധമാണ്. ജെൻജിയുടെ കഥകൾ എഴുതിയത് ആരാണ്? മുറസാക്കി ഷിക്കിബു. വേർഡ്സൊക്കെ ഒരു കട്ടിയുള്ള വേർഡ്സാണ്. ഷിൻഡോയിസം എന്താണ്? ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം. ദൈവത്തിൻ്റെ പാത എന്നാണ് ഷിൻഡോ എന്ന വാക്കിനർത്ഥം. ആരാധനാമൂർത്തികളെ പൊതുവെ കാമി എന്നാണ് വിളിച്ചിരുന്നത്. സൂര്യദേവതയാണ് അമതരേസു, അതായത് സൂര്യദേവതയായിട്ടുള്ള അമതരേസു, അതാണ് പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. സൂര്യദേവതയുടെ പിൻഗാമിയായാണ് ചക്രവർത്തിമാരെ കരുതി പോന്നിരുന്നത്. ഷിൻഡോയിസത്തിൻ്റെ തലവന്മാരായിരുന്നു ഈ ചക്രവർത്തിമാർ. ഇനി അവരുടെ ഭക്ഷണം, സുഷി നമ്മൾ കേട്ടിട്ടില്ലേ? പ്രാചീന കാലം മുതൽ അരിയായിരുന്നു ജപ്പാൻകാരുടെ പ്രധാന ഭക്ഷണം. വേവിച്ച് കഴിച്ചിരുന്ന ഈ ഭക്ഷണത്തെ ഗൊഹൻ എന്നാണ് വിളിച്ചിരുന്നത്. ചെറുധാന്യങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. പോഷകാഹാരം എന്ന നിലയ്ക്ക് മത്സ്യം ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അസംസ്കൃത മത്സ്യവിഭവമായ സുഷി ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ജനപ്രിയ ജാപ്പനീസ് വിഭവമാണ്. ചൈനീസ് സ്വാധീനത്തിൻ്റെ ഫലമായി നൂഡിൽസും ഇവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഗൊഹാൻ, പിന്നെ ചെറുധാന്യങ്ങൾ, പിന്നെ സുഷി, നൂഡിൽസ് ഒക്കെയാണ് അവരുടെ ഭക്ഷണം. ഈ വസ്ത്രം എന്താണ്? കിമോണോ ഒരു പ്രധാനപ്പെട്ട വസ്ത്രമാണ് അവരുടെ. ജപ്പാൻ്റെ പരമ്പരാഗത വസ്ത്രമാണ് കിമോണോ. രാജസദസ്സുകളിലാണ് ഇത് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കിമോണോ എന്ന വസ്ത്രം ഉപയോഗിക്കുന്നു. ചൈനക്കാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നീളൻ വസ്ത്രങ്ങൾ അതിന് സമാനമാണ്. ലോങ് റോബ് അതിന് സമാനമായിരുന്നു ഇത്. ഇനി ഷോഗൺ ഭരണം. കാലങ്ങളായി ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത്. എന്നാൽ 12-ാം നൂറ്റാണ്ടോടെ രാജ്യത്തിൻ്റെ ഭരണം ചക്രവർത്തിമാരിൽ നിന്ന് ഷോഗൺമാർ എന്നറിയപ്പെട്ടിരുന്ന സൈനിക മേധാവികളുടെ കൈകളിൽ എത്തിച്ചേർന്നു. നാമമാത്ര ഭരണാധികാരിയായി തീർന്ന ചക്രവർത്തിയുടെ പേരിൽ ഷോഗൺമാർ ഭരണം നടത്തി. ഈ ഭരണത്തിന് കീഴിൽ ജപ്പാനെ 250-ൽ അധികം പ്രാദേശിക മേഖലകളായി വിഭജിച്ചു. അവയുടെ നിയന്ത്രണം ഡെയ്മിയോ എന്ന് വിളിക്കപ്പെടുന്ന പ്രഭുക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഡെയ്മിയോ പ്രഭുക്കളായിരുന്നു. സൈന്യത്തിൻ്റെ പേര് എന്തായിരുന്നു? ഷോഗൺമാർ. ഭരണത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്ന യോദ്ധാക്കളുടെ വിഭാഗമായിരുന്നു സമുറായികൾ. ഇവർ ഷോഗൺമാരെയും ഡെയ്മിയോമാരെയും സേവിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ നടന്ന മെയ്ജി പുനഃസ്ഥാപനം ഷോഗൺ ഭരണം ജപ്പാനിൽ അവസാനിക്കുന്നതിന് കാരണമായി. എന്താണ് ഡെയ്മിയോകൾ? ജപ്പാനിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഡെയ്മിയോകൾ. 12-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ജപ്പാനിലെ പ്രവിശ്യകളെ നിയന്ത്രിച്ചിരുന്നത് ഈ ഡെയ്മിയോകൾ പ്രഭുക്കന്മാരായിരുന്നു. ഈ മെയ്ജി പുനഃസ്ഥാപനം. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ. പല രാജ്യങ്ങളും ജപ്പാനുമായി വ്യാപാരബന്ധം സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചു. അമേരിക്കക്കാരനായ കമ്മോഡോർ മാത്യു പെറി 1853 ജപ്പാനിലെത്തുകയും അവരുടെ വ്യാപാരത്തിനു വേണ്ടി സാധ്യമാക്കുകയും ചെയ്തു.
സ്റ്റീവ് പെറിയുടെ ആഗമനം ജപ്പാന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ചു. 1868 നടന്ന ഒരു നീക്കത്തിലൂടെ ഷോഗൺമാർ അധികാരത്തിൽ നിന്ന് ബലമായി പുറത്താക്കപ്പെടുകയും ചക്രവർത്തി സുപ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചുവരികയും ചെയ്തു. എദോ നഗരത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. പിന്നീട് അതിനെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്തു. ഇത് മെയ്ജി പുനഃസ്ഥാപനം എന്നറിയപ്പെട്ടു. 1868 നടന്ന ഒരു നീക്കത്തിലൂടെയാണ് ഷോഗൺമാർ അധികാരത്തിൽ നിന്ന് ബലമായി പുറത്താക്കപ്പെടുകയും ചക്രവർത്തി സുപ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചു വരികയും ചെയ്തു. എദോ നഗരത്തെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും പിന്നീട് അതിനെ ടോക്കിയോ എന്ന് എദോ നഗരത്തെയാണ് പുനർനാമകരണം ചെയ്തത്. ഇത് മെയ്ജി പുനഃസ്ഥാപനം എന്നാണ് അറിയപ്പെട്ടത്. ഇനി ഭരണത്തിലുണ്ടായ മാറ്റം. ഫുക്കോക്കു ക്യോഹി സമ്പന്നമായ രാജ്യം, ശക്തമായ സൈന്യം എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ നയത്തിന് മെയ്ജി ഗവൺമെന്റ് തുടക്കം കുറിച്ചു. രാജ്യത്തെ ശക്തിപ്പെടുത്താനായി മെയ്ജി ഗവൺമെന്റ് പുതിയ ഭരണ സമ്പ്രദായം നടപ്പിലാക്കി. സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാക്കി. 20 വയസ്സ് തികഞ്ഞ എല്ലാ യുവാക്കൾക്കും നിശ്ചിത കാലയളവ് സൈനിക സേവനം നിർബന്ധമാക്കി. ഇനി വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ്? 1870-കളിൽ ജപ്പാൻ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. ഇതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ നോക്കാം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. പാശ്ചാത്യ മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തോടുള്ള കൂറിനും ജാപ്പനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും പാഠപുസ്തകങ്ങൾ പ്രാധാന്യം നൽകി. സാമ്പത്തിക പുരോഗതി. മെയ്ജി പരിഷ്കാരങ്ങളിലെ മറ്റൊരു പ്രധാന ഘടകമായിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം. സാമ്പത്തിക പുരോഗതിക്ക് ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? 1870-72 ടോക്കിയോയ്ക്കും യോക്കോഹാമ തുറമുഖത്തിനും ഇടയിൽ ജപ്പാനിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചു. തുണി നെയ്ത്ത് യന്ത്രങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചു. ജപ്പാനിലെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയച്ചു പഠിപ്പിച്ചു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി വ്യവസായങ്ങൾ ജപ്പാനിലും ആരംഭിച്ചു. 5 പേരിൽ താഴെ മാത്രം പണിയെടുത്തിരുന്ന ചെറു തൊഴിൽശാലകൾ മുതൽ നൂറുകണക്കിന് തൊഴിലാളികളെ പണിയെടുപ്പിച്ചിരുന്ന വൻ വ്യവസായശാലകൾ വരെ ജപ്പാനിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു ആധുനിക ദേശരാഷ്ട്രം രൂപീകരിക്കുന്നതിൽ ജപ്പാൻ വിജയിച്ചു. ജപ്പാന്റെ സാമ്രാജ്യ രൂപീകരണ ശ്രമങ്ങൾ. മെയ്ജി പുനഃസ്ഥാപനത്തോടെ രാഷ്ട്രകേന്ദ്രീകൃതമായ ദേശീയത ജപ്പാനിൽ ഉയർന്നു വന്നു. തങ്ങളുടെ സാമ്രാജ്യം ചൈനയിലേക്കും മറ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി ജപ്പാൻ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അയൽ രാജ്യങ്ങളായ തായ്വാനെയും കൊറിയയെയും പിടിച്ചടക്കിക്കൊണ്ട് ഒരു കൊളോണിയൽ സാമ്രാജ്യം സ്ഥാപിച്ചു. തങ്ങളുടെ സംസ്കാരത്തിൻ്റെയും ആദർശങ്ങളുടെയും ഉറവിടമായ ചൈനയെയും യൂറോപ്യൻ ശക്തിയായ റഷ്യയെയും ചെറുരാജ്യമായ ജപ്പാൻ പരാജയപ്പെടുത്തി. സാമ്രാജ്യ രൂപീകരണത്തിനായുള്ള അവരുടെ തുടർന്നുള്ള ശ്രമങ്ങൾ കൂടുതൽ യുദ്ധത്തിലേക്ക് നയിച്ചു. 2ാം ലോക യുദ്ധകാലത്ത് ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചു. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിക്കുന്നതിന് ഇത് കാരണമായി. അണുബോംബിന്റെ പ്രയോഗം ജപ്പാനിൽ അതിഭീകരമായ നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും സൃഷ്ടിച്ചു. യുദ്ധാനന്തരം അമേരിക്കൻ അധിനിവേശത്തോടെ ജപ്പാന്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും ഒരു പുതിയ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ലോകയുദ്ധങ്ങൾ. 20ാം നൂറ്റാണ്ടിൽ മനുഷ്യ ചരിത്രത്തിലെ വലിയ ഭീകരതയും മാറ്റങ്ങളും ഉണ്ടാക്കിയ 2 യുദ്ധങ്ങളാണ്. 1ാം ലോക മഹായുദ്ധം 1914-18 കാലഘട്ടത്തിൽ, 2ാം ലോക മഹായുദ്ധം അത് 1939-45 കാലഘട്ടത്തിൽ. 2ാം ലോക യുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായി ഉപയോഗിക്കുന്നത്. കണ്ട അണുബോംബ് വർഷത്തിന്റെ പിക്ചറും അണുബോംബ് വർഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഹിരോഷിമയുടെ പിക്ചറുമാണ് ഈ കൊടുത്തേക്കുന്നത്. 2ാം ലോക യുദ്ധത്തിൽ തകർന്നു വീണ ജപ്പാൻ അതിവേഗത്തിൽ പുരോഗതിയുടെ പാതയിലേക്ക് തിരിച്ചു വന്നു. ഈ പുനർനിർമ്മാണം യുദ്ധാനന്തര വിസ്മയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. തലസ്ഥാനമായ ടോക്കിയോയിൽ 1964 ഒളിമ്പിക്സ് സംഘടിപ്പിച്ചത് ജപ്പാന്റെ മടങ്ങി വരവിന്റെ പ്രഖ്യാപനമായിരുന്നു.
വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും അതിവേഗം വളർന്നു. ഇതേ കാലയളവിൽ തുടക്കം കുറിച്ച മണിക്കൂറിൽ 200 മൈൽ വേഗത്തിൽ വരെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ 1964 കാലഘട്ടത്തിൽ 200 മൈൽ വേഗത്തിൽ വരെ ഓടുന്ന ബുള്ളറ്റ് ട്രെയിൻ ശൃംഖല ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് തെളിവായിരുന്നു. 1970കളോടെ ജപ്പാൻ ലോകത്തെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നു. രാഷ്ട്രീയവും സാങ്കേതികവുമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറാമെന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ജപ്പാൻ. ഇതാണ് ചാപ്റ്റർ. ജപ്പാന്റെ ചരിത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.